എല്ലാവർക്കും നമസ്കാരം. ഞാൻ മിത്രവിന്ദയാണേ. നിങ്ങളോട് 2 വാക്ക് സംസാരിച്ചിട്ട് തുടങ്ങാം കേട്ടോ. എന്താണെന്നോ, ഇന്നലെ മംഗല്യത്താലി എന്ന് പറയുന്ന സ്റ്റോറി ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തപ്പോഴേ എനിക്കൊരു കമൻറ്റ് വന്നു. ഞാൻ കഥ പറയുന്ന രീതി ശരിയല്ലെന്നേ. സത്യത്തിൽ എനിക്ക് ഈ കഥയൊക്കെ പറയാൻ ഇങ്ങനെയൊക്കെ അറിയത്തുള്ളൂ കേട്ടോ. അല്ലാണ്ട് വലിയ ധാരണയൊന്നുമില്ല. എൻ്റെ ശബ്ദമാണെങ്കിലും അത്ര സോഫ്റ്റൊന്നും അല്ല. അപ്പോൾ അതിൻ്റേതായ കുറച്ച് അപാകതകളൊക്കെ കാണും. എന്നിരുന്നാലും ശരി, നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം കേട്ടോ. ഞാൻ അതിനോടനുബന്ധിച്ച് ചേഞ്ചസ് വരുത്താൻ ശ്രമിക്കാവേ. പാട്ട് പാടിപ്പോകുന്നത് പോലെ കഥ അങ്ങ് പറഞ്ഞു വിടുവാന്നാണ് അവർ കമൻറ്റ് ചെയ്തത് കേട്ടോ. ആ കമൻറ്റ് കണ്ടപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. ഞാൻ തന്നെ അത് റിമൂവ് ചെയ്തതാണേ. ഞാൻ എപ്പോഴും എടുത്ത് ആ കമൻറ്റ് തന്നെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴെനിക്കങ്ങ് മൈൻഡ് ഫുൾ അങ്ങ് ഡെസ്പായിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ഡിലീറ്റ് ആക്കിയത്. പിന്നെ സ്റ്റോറി ലേറ്റ് ആകുന്നത് എന്താണെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. ഞാനേ പ്രതിലിപി എന്ന പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നുണ്ടേ. അപ്പോൾ പകൽ സമയത്തൊക്കെ മിക്കവാറും എഴുത്ത് തന്നെയായിരിക്കും. ഈ രാത്രി നേരത്താണ് പിന്നെ യൂട്യൂബിൽ സ്റ്റോറി ഇടുന്നതും അതിൻ്റെ എഡിറ്റിങ്ങും റെക്കോർഡിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ താമസിക്കുന്നത്, അല്ലാതെ മനഃപൂർവ്വം അല്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഈ നേരമാകും. പിന്നെ അങ്ങോട്ട് അമ്പലം, ഉത്സവം, ആഘോഷങ്ങൾ, വിരുന്നുകാർ, അതിൻ്റെ ഇടയ്ക്ക് മക്കളുടെ പഠിപ്പീര്, പരീക്ഷ. സത്യം പറഞ്ഞാൽ സമയം തികയുന്നില്ലെന്നേ. ഞാൻ എന്നും രാവിലെ ഓർക്കും ഇന്ന് നേരത്തെ തന്നെ യൂട്യൂബിൽ സെറ്റ് ചെയ്ത് വെക്കണമെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും എല്ലാം താളം തെറ്റും. ആരെങ്കിലും വിരുന്നുകാർ വരും, പിന്നെ എന്തെങ്കിലുമൊക്കെ തിരക്കുകളായി പോകും. അതിനോടിടയ്ക്ക് എനിക്ക് എഴുതാനും ഒന്നും സമയം കിട്ടുന്നില്ല. പ്രതിലിപിയിലും എൻ്റെ ഈ പേര് തന്നെയാണ് കേട്ടോ, മിത്രവിന്ദ. ആ പേരിൽ തന്നെയാണ് ഞാൻ സ്റ്റോറി എഴുതിയിടുന്നതേ. സമയം പോലെ പറ്റുന്നവരുണ്ടെങ്കിൽ അതിൽ വായിച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ യൂട്യൂബിൽ ഇടാറുണ്ട് സ്റ്റോറീസ്. പിന്നെ കഥ പറയുന്നത് ശരി, ആ ഒരു എന്താ പറയണ്ടേ, എൻ്റെ ആ സംസാര രീതി ഞങ്ങളിങ്ങനെയാണ് കേട്ടോ. ആ രീതിയിൽ തന്നെ അങ്ങ് പറഞ്ഞും പോകുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ടായിരിക്കും നെഗറ്റീവ് കമൻറ്റ് വന്നത്. എന്ത് ചേഞ്ചസ് വരുത്തണമെന്നുള്ളത് എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങൾ കമൻ്റായിട്ട് എന്നെ അറിയിച്ചാൽ മതി. ഞാൻ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവേ. അപ്പോൾ സ്നേഹത്തോടെ സ്വന്തം മിത്രവിന്ദ. പൗർണമി തിങ്കൾ. രചന അവതരണം മിത്രവിന്ദ. പൗർണമി, എന്താണ് നീ ഇച്ചായനോടിപ്പോൾ പറഞ്ഞിട്ട് പോയത്? കാത്തു ചോദിച്ചുവെങ്കിലും പൗമി തിരിഞ്ഞു നോക്കാതെ കടന്നു കളഞ്ഞു. അലോഷിയെ അടിമുടി നോക്കിക്കൊണ്ട് കാത്തു അവനെ നേരിട്ടു. എന്നതായി ചായ അവളിപ്പോൾ പറഞ്ഞത്? എന്തടി കൊച്ചേ, അവൾ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ലല്ലോ. ആലോഷിയാണെങ്കിൽ പൂഴിക്കടകൻ പ്രയോഗിക്കുവാനുള്ള മട്ടിലായിരുന്നു. കേട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ഇച്ചായനെ കേൾപ്പിച്ചു തരാം, വാ എൻ്റെ കൂടെ. പറയുന്നതിനൊപ്പം അവൻ്റെ വലതു കൈയിൽ പിടിച്ചുകൊണ്ട് കാത്തു റൂമിലേക്ക് നടന്നു. ആ വീട് കാത്തു, നീ ഇതെന്തായി കാണിക്കുന്നേ? കയ്യിന്ന് വിടുവച്ചേ. അലോഷി പിടുത്തം വിടുവിക്കുവാൻ ആവുന്നത്ര ശ്രമിച്ചു. പക്ഷെ കാത്തു വിട്ടില്ല. ദേഷ്യം കൊണ്ട് അവളെ വിറയ്ക്കുകയാണ്. പൗർണമി, ഒപ്പം അലറി വിളിച്ചുകൊണ്ട് റൂം തുറന്ന് അവൾ അകത്തേക്ക് കയറി. എന്താടി? നീ ഇപ്പം എന്താണ് പറഞ്ഞതെന്ന് ഇച്ചായൻ കേട്ടില്ല. ആരുടെയോ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്നോ മറ്റോ അല്ലേ നീ പറഞ്ഞത്? കാത്തു പൗർണമിയുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ്. അതെ. ആരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്നാ നീ പറഞ്ഞേ? ഇച്ചായനൊന്ന് കേൾക്കട്ടെ. ഒന്ന് ശരിക്കും കേൾപ്പിച്ചു കൊടുത്തേടി നീ. കാത്തു ഇരുവരെയും മാറി മാറി നോക്കി. നിന്റെ ഒരേയൊരു സഹോദരനായ ഈ നിൽക്കുന്ന അലോഷിച്ചായൻ്റെ കമ്പനിയായ സെമെക്സിലാണ് ഞാൻ ഇന്നു മുതൽ ജോയിൻ ചെയ്തത്. അവിടെ ചെല്ലും വരേക്കും എനിക്കറിയില്ലായിരുന്നു ആരാണ് അവിടുത്തെ CEO എന്ന്. എന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നിയമിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ അവിടെ ചെന്നപ്പോൾ പരിചയപ്പെട്ട സ്റ്റെല്ല എന്നൊരു പെൺകുട്ടി എന്നോട് വന്നിട്ട് ചോദിച്ചു. എനിക്ക് പക്ഷേ അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ കുട്ടിയോടൊപ്പം ഞാൻ CEOയെ കാണുവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് ആലോഷിച്ചായും കയറി വന്നത്. ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നറിയുവാൻ വേണ്ടി ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് സ്റ്റെല്ല തന്നെയാണ് ഇച്ചായനോട് പറഞ്ഞത്. അതിനുശേഷം ഇച്ചായൻ ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്തു എന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചു എന്ന് പറഞ്ഞു.
നടന്ന കാര്യങ്ങൾ ഒന്നൊന്നായി വള്ളി പുള്ളി വിടാതെ പറയുന്ന പൗർണമിയെ നോക്കും തോറും അവന് വിറഞ്ഞു കയറി. കാത്തുവാണെങ്കിൽ താടിക്ക് കയ്യും കെടുത്തുകൊണ്ട് പൗർണമിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എനിക്ക് ഈ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം ഒന്നും വേണ്ട കാത്തു. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോലും ഇതൊന്നും പറഞ്ഞിട്ടില്ല. അലോഷിച്ചായി നമ്മളിൽ നിന്ന് എന്തിനാ ഇതൊക്കെ ഒളിച്ചു വെച്ചത്? ഇന്നലെ കൂടി എത്ര തവണ ഈ കമ്പനി എവിടെയാണെന്ന് അറിയുമെന്ന് നമ്മൾ രണ്ടാളും ഇച്ചായനോട് മാറി മാറി ചോദിച്ചു. എന്നിട്ട് എന്തെങ്കിലും ഒരു വാക്ക് ഇച്ചായൻ പറഞ്ഞൂടി? ദേ പൗർണമി, ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞില്ലേടി നിന്നോടൊക്കെ എനിക്ക് ഈ കമ്പനി എവിടെയാണെന്നറിയാമെന്ന്. ഇന്ന് കാലത്തെ ഓഫീസിൽ ചെന്നപ്പോഴും വണ്ടി ഇട്ടിട്ട് വരാം, നിന്നോട് വെയിറ്റ് ചെയ്യാമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അതൊന്നും കേൾക്കാണ്ട് നീ ഒറ്റ പോക്കല്ലായിരുന്നോ? എന്നിട്ടിപ്പോൾ കുറ്റം മുഴുവൻ എൻ്റെ തലയിലായോടി. അലോഷ ഒന്ന് പൊരുതി നോക്കി. പെട്ടെന്നായിരുന്നു കാത്തുവിൻ്റെ വലതുകരം അവൻ്റെ പുറത്തേക്ക് ആഞ്ഞു പതിച്ചത്. അവൻ അലറി നിലവിളിച്ചു. അപ്പോഴേക്കും അവളുടെ അടുത്ത പ്രഹരം കൂടി നടന്നു കഴിഞ്ഞു. പെട്ടെന്ന് പൗർണമിയും ഒന്ന് വല്ലാതായി. കാത്തു, നീ എൻ്റെ കയ്യിൽ നിന്നും നല്ല തല്ല് വാങ്ങാതെ നോക്കിക്കോണം കേട്ടോ. അവൻ പുറത്തേക്ക് കൈ എത്തിച്ച് തിരുമാനൊരു ശ്രമം നടത്തി. ഇച്ചായൻ എന്തിനാ ഇത്ര വലിയൊരു ഡ്രാമ കളിച്ചത്? എന്തായിരുന്നു ഇച്ചായൻ്റെ ഉദ്ദേശം? സത്യം പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാനും പൗർണമിയും കൂടെ ആൻറ്റിയുടെ വീട്ടിലേക്ക് മാറും, ഉറപ്പാ. അത് കേട്ടതും അവനൊന്ന് നടുങ്ങി. മര്യാദയ്ക്ക് പറയുന്നുണ്ടോ ഇച്ചായ? എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ ഞങ്ങളോട് ഒളിച്ചു വെച്ചത്? ഇച്ചായൻ എന്നിട്ട് എന്ത് നേടി? എടി, പൗർണമിക്കും നിനക്കുമൊക്കെ ഒരു സർപ്രൈസ് തരാമെന്ന് ഓർത്തു, അല്ലാണ്ട് വേറെന്താ? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വരുന്ന അന്നാ എനിക്ക് ഹൈദരാബാദിൽ നിന്നും ഇവിടേക്ക് സ്ഥലമാറ്റം കിട്ടിയത്. എന്നാൽ പിന്നെ നേരെ ഇങ്ങോട്ട് പോരാന്ന് കരുതി. നിങ്ങളും കൂടി ഉള്ള സ്ഥിതിക്ക് ഇവിടെ ഈ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ അങ്ങനെ തീരുമാനിക്കുകയായിരുന്നോ? അല്ലാണ്ട് ഇതിൽ എൻ്റെ ഡ്രാമയൊന്നും ഇല്ല കൊച്ചേ. നിനക്ക് പറ്റുമെങ്കിൽ വിശ്വസിക്കുക. കൂടുതലൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അവൻ പറയുന്നത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന അവസ്ഥയിലായിരുന്നു സത്യത്തിൽ കാത്തു. ഇച്ചായനെ വെറും മോശക്കാരനാക്കി കാണണ്ട കാത്തു. നിന്റെ കൂട്ടുകാരി ആയതുകൊണ്ടാണ് പൗർണമിയോട് വെറുതെ ഒരു കുസൃതിയുടെ പേരിൽ അങ്ങനെയൊക്കെ ചെയ്തത്. അതിത്ര വലിയ ബാധകമാകുമെന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ. അലോഷയുടെ ആ ഡയലോഗിൽ കാത്തു വീണുപോയി. അല്ലേലും അവൻ ആരാ മോന്? പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന പൊസിഷനെക്കുറിച്ച് ഇപ്പോഴും യാതൊരു പിടുത്തവുമില്ല നിന്റെ ഈ കൂട്ടുകാരിക്ക്. MBA റാങ്ക് ഹോൾഡറാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അല്പസ്വല്പം വിവരം വേണം. പഠിക്കാനുള്ളത് കാണാതെ പഠിച്ച് മാർക്ക് മേടിക്കുന്നതിലല്ല കാര്യം, ലോകവിവരം വേണം കേട്ടോ പൗർണമി. അവൻ അത് പറയുകയും പൗർണമി മുഖമുയർത്തി അലോഷയെ ഒന്ന് നോക്കി. ആള് നല്ല ഗൗരവത്തിലാണ്, അത് അവൾക്ക് 100% വ്യക്തമായി. ഹെലൻ്റെ കോൾ വന്നതും അലോഷി ഫോൺ കാത്തുവിന് കൈമാറി. പെട്ടെന്ന് അവൾ ഫോണും മേടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. പിന്നാലെ പോകാൻ തുടങ്ങിയ പൗർണമിയുടെ കൈത്തുടയിൽ അലോഷി കയറിപ്പിടിച്ചത് പെട്ടെന്നായിരുന്നു. പൗർണമി ഞെട്ടി തിരിഞ്ഞു നോക്കിയതും അലോഷി കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് വന്നു നിന്നു. അപ്പോഴും അവൻ്റെ പിടുത്തം വിട്ടിട്ടില്ല. കയ്യിന്ന് വിടുന്നുണ്ടോ മര്യാദയ്ക്ക്? അവൾ വിടുവിക്കുവാൻ ശ്രമിച്ചു. എങ്കിലും അവൻ അല്പം കൂടി ബലം പ്രയോഗിച്ചു. ഡി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ കാത്തൂനോട് ഈ കാര്യം പറയരുതെന്ന്? എന്നിട്ട് എന്തിനാടി അത് പറഞ്ഞത്? സൗകര്യം ഉണ്ടായിട്ട് നിങ്ങൾ പോയി കേസ് കൊടുക്ക്. അല്ല പിന്നെ. അവളും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അലോഷി മുഖം താഴ്ത്തി അവളുടെ നേർക്കടുപ്പിച്ചതും പൗർണമിയെ ആട്ടിമുടി വിറച്ചു പോയിരുന്നു. അവനെ ഇടം കൈകൊണ്ട് തള്ളി മാറ്റിയിട്ട് ഓടാൻ ഭാവിച്ചതും അലോഷി അവളെ പിടിച്ച് തന്നിലേക്ക് ചേർത്തിരുന്നു. ഇനിയുള്ള കാലം മുഴുവനും നീ ഈ അലോഷിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കും പൗർണമി. അതിന് യാതൊരു മാറ്റവുമില്ല. അത് പറയുമ്പോൾ അവൻ്റെ കവിൾത്തടം അവളുടെ കവിൾത്തടവുമായി ഒന്നുരസിയതും പൗർണമിക്ക് ശ്വാസം എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. പിന്നെ എൻ്റെ പെങ്ങള് കൊച്ചെനിക്കിട്ട് തന്നതിന് പകരം ഞാൻ നാളെ വീട്ടിലിരിക്കും. അത് അവളോടല്ല, നിന്നോട്. പേടിപ്പിക്കുവാണോ? പെട്ടെന്ന് അവൾ ചോദിച്ചു. ഹേയ്, ഇച്ചായൻ എങ്ങനെ പേടിപ്പിക്കുമോ? അതും എൻ്റെ കൊച്ചിനെ? ഇത്രയ്ക്ക്
പാവം പിടിച്ചവളല്ലേ എൻ്റെ പൗർണമി. ഞാൻ ആരുടെയും കൊച്ചല്ല. എന്നെ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നേ? എനിക്കത് ഇഷ്ടമല്ല. നീ അലോഷിച്ച എൻ്റെ പെങ്കൊച്ചല്ലേ, അപ്പോൾ എനിക്ക് എന്ത് വേണേലും വിളിക്കാൻ കേട്ടോ. ദേ, നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? അതിന് ഞാനും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? ഇമാതിരി സംസാരമൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ കാത്തൂനോട് പറഞ്ഞു കൊടുക്കും. ഓ, ഇനിയിപ്പോൾ എന്നാ പേടിക്കാനാ? അറിയേണ്ടതൊക്കെ അവൾ അറിഞ്ഞു കഴിഞ്ഞു. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. കൈ പിടിച്ചായ. അവൾ പിന്നെയും അടുത്തു വന്നപ്പോൾ പൗർണമി ഇത്തിരി ദേഷ്യത്തിലായി. വിടില്ലെങ്കിലോ? ചോദിച്ചത് മാത്രം അവൻ ഓർമ്മ വന്നുള്ളൂ. അപ്പോഴേക്കും അവളുടെ കൂർത്ത നഖം അവൻ്റെ വലത് കൈ തണ്ടയിൽ ആഴ്ന്നിറങ്ങി. എൻ്റെ പുണ്യാളച്ച, എൻ്റെ കയ്യ്! ഒരു നിലവിളിയോടെ അവൻ സെറ്റിയിലിരുന്നപ്പോൾ പൗർണമി മുറിയിലേക്ക് ഓടിപ്പോയിരുന്നു. നിന്നെ ഞാൻ എടുത്തോളാം, നാളെ തന്നെ. അല്ലേലും എൻ്റെ കയ്യിലേക്കല്ലേ കർത്താവ് വെച്ച് നീട്ടിയത്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല കേട്ടോടി. അലോഷി പിറുപിറുത്തു. കാത്തുവാണെങ്കിൽ ഹെലനോട് സംസാരിക്കുകയാണ്. പൗർണമി വാതിലടച്ച് കുറ്റിയിട്ടിട്ട് ബെഡിൽ വന്ന് കിടന്നു. കൈക്ക് ഇത്തിരി വേദന എടുക്കട്ടെ, അല്ലേലും ഇത്തിരി കൂടുന്നുണ്ട് ഇച്ചായന്. ചെറിയ ഡോസ് കൊടുക്കുന്നത് നല്ലതാണ്, അല്ല പിന്നെ. മനസ്സിൽ ഓർത്തുകൊണ്ട് അവൾ അങ്ങനെ കിടന്നു. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ തിരിച്ചലോഷി തനിക്കിട്ട് എന്തേലും പണി തരുമെന്ന് അവൾക്ക് തോന്നി. ഹെലൻ ചേച്ചിയോടെ ഞാൻ പറയുമായിരുന്നു ഇച്ചായൻ്റെ കാര്യം. എന്തിനാ ഇതിങ്ങനെ ഒളിച്ചു വെച്ചതെന്ന് അറിയാൻ വയ്യ കേട്ടോടി മോളെ. കാത്തു തൻ്റെ മുടി മുഴുവനായും ഒന്ന് അഴിച്ചിട്ടു. എന്തോ ജെല്ലെടുത്ത് പുരട്ടി. എന്നിട്ട് അവളുടെ അടുത്തായി വന്നിരുന്നു. അപ്പോഴേക്കും പൗർണമിയും എഴുന്നേറ്റു. ഇച്ചായൻ ആളെങ്ങനെ അടി? പൗർണമി കാത്തുവിനോട് ചോദിച്ചു. നീ ഉദ്ദേശിച്ചത് കോഴിയാണെന്നോ അതോ പാവുവാണെന്നോ? രണ്ടിനുമുള്ള ഉത്തരം നീ പറഞ്ഞോളൂ, അപ്പോൾ പ്രശ്നമില്ലല്ലോ. ഓക്കെ. ഇച്ചായൻ ആൾ പാവമാണോന്ന് ചോദിച്ചാൽ അല്ലെന്ന് എനിക്ക് പറയാൻ കഴിയൂ. കാരണം പുള്ളിയുടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലെ ആരെങ്കിലും ഒരു സഹായം ചോദിച്ചു വന്നെന്ന് കരുതിക്കോ. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു പാവം പിടിച്ച മനുഷ്യൻ. അയാൾ വന്നിട്ട് ആ വീട്ടിലെ സാഹചര്യങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മളോട് വിശദമായി പറയുന്നു. അത് കേൾക്കുമ്പോൾ ഒരു 100 രൂപ എടുത്ത് കൊടുക്കാൻ നമ്മൾക്ക് തോന്നിയെന്ന് വെച്ചോ. അങ്ങനെ പൈസ എടുത്തുകൊണ്ട് വന്ന് ഞാനോ മമ്മിയോ കൊടുക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ഇച്ചായൻ അയാളെ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യുന്നത്. അതെല്ലാം കൂടി കേൾക്കുമ്പോൾ എന്നതെങ്കിലും കള്ളത്തരം പിടിച്ചവനാണ് വന്നതെങ്കിൽ ആ സെക്കൻഡിൽ അയാൾ സ്ഥലം കാലിയാക്കും. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ കരുണയും സഹാനുഭൂതിയും ഒന്നും ഒരുപാടുള്ള കൂട്ടത്തിലല്ല ഇച്ചായൻ. അർഹിക്കപ്പെടുന്നവർക്ക് മാത്രമേ ഇച്ചായൻ എന്തെങ്കിലും സഹായം ചെയ്യത്തുള്ളൂ. അത് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പാവമൊന്നുമല്ല ആള്, ഇത്തിരി ജഗജില്ലിയാണ്. പിന്നെ നിന്റെ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കാത്തു വീണ്ടും പറയാൻ തുടങ്ങി. എൻ്റെ രണ്ടാമത്തെ ചോദ്യമൊന്നുമല്ല, നീ തെറ്റിദ്ധരിച്ചതല്ലേ അത്? ഓ, അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്നതായാലും ഉത്തരം കേട്ടോ. എൻ്റെ ഇച്ചായൻ ഒരിക്കലും ഒരു കോഴിയല്ല. അങ്ങനെ ഒരു പെണ്ണിൻ്റെയും പിന്നാലെ ഇന്ന് വരെ പോയിട്ടുമില്ല. ആ മനസ്സിലോട്ട് ആരും കയറിയതായും എനിക്കറിവില്ല. ഇച്ചായൻ അക്കാര്യത്തിൽ വളരെ ഡീസൻ്റാണ്. നിനക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. എൻ്റെ ഇച്ചായൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയെന്ന് കരുതി നിനക്ക് യാതൊരു നാണക്കേടും വരില്ല. അത് ഉറപ്പാ പെണ്ണേ. കാത്തു അത്രമേൽ വിശ്വാസത്തോടെയായിരുന്നു അത് പറഞ്ഞത്. പൗർണമി അവളെ ഉറ്റുനോക്കി. എൻ്റെ ഇച്ചായൻ്റെ പിന്നാലെ പെൺപിള്ളേർ ക്യൂ ആയിരുന്നു. എന്നോട് തന്നെ എത്ര പേര് വന്ന് പറഞ്ഞിട്ടുണ്ടെന്നോ. പണ്ട് സൺഡേ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ആയിരുന്നു ഈ കാര്യം പറച്ചിൽ. അതും പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോഴേ ഇച്ചായനെ ഓടിക്കും. ഒക്കെ ഒരു കാലം. കാത്തു അവളെ നോക്കി പുഞ്ചിരിച്ചു. നിന്നോട് എന്തേലും മോശമായിട്ട് ഇച്ചായൻ പെരുമാറിയോ പൗമി? അതാണോ നിനക്ക് ഇങ്ങനൊരു സംശയം തോന്നിയത്? പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ കാത്തു ചോദിച്ചു. തുടരും.